അടിച്ചു നോക്കടാ. എടാ നീ ഇത്ര നേരം എന്റെ നല്ലൊരു അടി വാങ്ങിച്ചത് ഒരെണ്ണ എന്നെ തിരിച്ചടിക്കടാ. റേഡിയോ ഓഫ് ചെയ്യടി. അത് റേഡിയോ അല്ലടാ പൊട്ട. എന്റെ അടി കിട്ടിട്ട് നിന്റെ ചെവി മൂടാത്. നിന്നെ ഞാൻ പുതപ്പിച്ചിട്ടേ പോകത്തുള്ളൂടി. ഇവിടെ കിടന്ന് ഉറങ്ങുവാടാ നീ. നീ പോവും, നീ മോളിലോട്ട് പോവും. എന്റെ പെണ്ണുമ്പിള്ള വീട്ടിൽ പോകുന്നത് നിനക്കെന്താ ത്രാസം? എടാ നിന്റെ പെണ്ണുമ്പിള്ള നിനക്ക് ചേരില്ലാന്ന് പറഞ്ഞോണ്ടല്ലടാ നീ എന്റെ അടുത്ത് വന്ന് ചേർന്നത്. അല്ലടാ നീ എന്തോ അറബിക്കടൽ അറബിക്കടലാണോ ഞാൻ? അതേടാ. അറബിക്കടലല്ലേ, ഒരു തെര വന്ന് അടിച്ചതാന്ന് വിചാരിച്ചാ മതി. അവൻ പോയത് ആദ്യത്തെ ഭാര്യയുടെ അവിടത്തേക്ക് പോണത്ര അവന്. തീപ്പെട്ടി ഇല്ലാതെ നീ ബീഡി കത്തിക്കണമെന്ന് എനിക്ക് കാണണോടാ. എനിക്ക് കത്തിക്കണം തീപ്പെട്ടി. ഞാൻ കഷ്ടപ്പെട്ട് എന്റെ പൈസക്ക് തിന്നിട്ട് നീ എന്നെ അടിക്കാൻ വരുന്നുണ്ട്. എവിടെ ഇരിക്കുന്നതാ നിനക്ക് കാശ്? നിനക്ക് എവിടെ ഇരിക്കുന്നതാ നിനക്ക് കാശ്? എവിടെ ഇരിക്കുന്നതാ നിനക്ക് കാശ്? എവിടെ ഇരിക്കുന്നതാ നിനക്ക്? നാടകോ ബാലേ എന്തോന്ന് ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയടാ. എവിടെ ഇരിക്കുന്ന നിന്റെ പൈസ? എവിടെ ഇരിക്കുന്നതാ? 900 രൂപയ്ക്ക് പാറമട തമരടിക്കുന്നതിനാണ് ഞാൻ. 900 രൂപ 900 കുണുവ. എന്റെ കുഞ്ഞിനൊരു നിക്കറിടാനില്ല. നിങ്ങൾ വന്നൊന്ന് നോക്കണം. നിക്കറിടാൻ നിൽക്കുന്ന ചെറുക്കൻ എന്തിനാ അവര് വന്നു? നാട്ടുകാരോട് പറയാൻ നിൽക്കാണ്ട് നീ ഇവിടത്തെ എനിക്കും കുഞ്ഞിനും ചെലവിന് താടാ നീ. മനസ്സിൽ ഇപ്പൊ ഇവിടെ നിൽക്കാൻ മനസ്സില്ല. ഞാൻ എന്റെ ആദ്യ ഭാര്യ രാധമ്മ എടുത്ത് പാമ്പ് ഗോതമ്മ അവള് നിന്നെ എന്തിന് കിണറ്റിലെടുത്തിട്ട് എന്തിനെടുത്തിട്ടടാ? നീ എന്നെ പട്ടി അഴിച്ചു വിട്ട് കളിച്ചില്ലടി. കടുപ്പിക്കണോടാ കാല. ഇളകിയവന്. എടാ അവളേക്കാൾ എന്ത് കുറവാണ് എനിക്കുള്ളത്? പറയില്ല അവൻ എന്റെ കുറവ്. അവൻ പറയില്ല. എനിക്ക് കുറവില്ലല്ലോ. ഇപ്പൊ രാവിലെ 8:30 നിന്റെ കുറവ് പറയാൻ നിന്ന വെളുപ്പാങ്കർ 5 മണിക്ക് ചന്ദ്രികയുടെ ബസ്സിനകത്ത് എനിക്ക് പോകാൻ പറ്റും. അത്ര കുറവുണ്ട് നിനക്ക്. എടാ എനിക്ക് കുറവുണ്ടെങ്കിൽ നീ ഇപ്പൊ എന്തിനാണ് എന്നെ കെട്ടിയത്? എന്തിന്? എന്റെ വീട്ടിൽ വന്ന് കിടന്നല്ലടാ നീ. എന്തിന്? നിന്റെ വീട് എന്റെ വീടാ അത്. ചന്ദ്രി വീടിനെ കുറിച്ച് പറയല്ലേ. വീടിനെ കുറിച്ച് എന്നോട് പറയല്ലേ. വീടിനെ കുറിച്ച് എന്നോട് പറയല്ലേ. സോളമാ നീ കേൾക്കണം. എടാ നീ കേട്ടിട്ട് പോടാ. ഞാൻ എവിടെ കെട്ടിക്കേറി ഞാൻ ഇവിടെ വരുമ്പോണ്ടല്ലോ സത്യം. ഞാൻ ഇവിടെ കെട്ടിക്കേറി വരുമ്പോ എവിടെ വീട് വേണ്ട. ഇതുണ്ടോ? ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിനകത്താണ് എവിടെ ഈ കൊട്ടാരം എന്ന് പറഞ്ഞത്. താഴത്തെ ഇവിടെ വേണ്ട. ഇവിടെ അച്ഛനും അമ്മയും കിടക്കുന്നു. ഇവിടെ അടുക്കള. ഇത് മേളത്തെ നില മണിയറ. അണ്ണാ വാ. പിന്നെ ഒരു ഗുണമുണ്ട്. പാത്തച്ചര ഇതിന്റെ ഒരു അറ്റ അങ്ങ് പണയിലോട്ട് കിടക്കുക. വാഴപ്പണ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് അവള് ചീനി പോലെ വിയർപ്പും കണ്ണീര് കൊണ്ട് കെട്ടിയതാടി ഈ വീട്. അപ്പൊ അത് സിമെന്റും മണലോണ്ട് ഉണ്ടാക്കിയതല്ലേ? ലോകം കാണണോടാ. ഇറങ്ങി ലോകം കാണു നീ. എന്റെ കൂടെ വന്നിട്ടല്ലേടി നീ ലോകം കണ്ടത്? അതിനു മുമ്പ് ഞാൻ ലോകം കണ്ടിട്ടുണ്ടാ. എനിക്ക് മനസ്സിലായി. ഈ വീട് കെട്ടിയതിനു ശേഷം ഞാൻ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വാങ്ങിച്ചു വന്നായിരുന്നോ? എന്ത് ചോദിച്ചത്? തലയില്ലാത്ത കുക്കിന്റെ പ്രതിമ എന്തിനാ വാങ്ങിച്ചത്? അവൾ ആ ലോകം കണ്ടിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചോദിക്കണോ? എന്റെ കുടുംബത്തിൽ ഇരുന്നിട്ട് നീ ചെവിയെ നുള്ളിക്കോ പോവാല. എന്റെ അച്ഛൻ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ ലോകം കാണും. നിന്റെ അച്ഛന്റെ ആരോഗ്യത്തെ കുറിച്ചൊന്നും പറയല്ലോ. നാണം കെട്ടവനെ പോ. നിന്റെ ആദ്യത്തെ ഭാര്യയുടെ അടുത്തേക്ക് നീ പോവാനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ടാണോ നീ പോവുള്ളൂ? നല്ലൊരു കാര്യം പട്ടിക്കാട്ടത്ത് ചവിട്ടി പട്ടിക്കാട്ടോ? ഈ പണ്ടാറക്കാലിൽ അടിച്ചു കൊല്ലൂലോ ഞാൻ. കൊല്ലൂലോ ഞാൻ നിന്നവനെ. കൊല്ലൂലോ ഞാൻ നിന്നവനെ. അല്ലെങ്കിൽ ഇത് കാരണം കൊണ്ടാ പോവാതെ കിടക്കുന്നത്.
എന്താണോ നിനക്ക് എന്തുവാടാ എന്റെ മുടിയെന്ന് വിടറാ പെണ്ണ് പിടിയാ മുടിയെന്ന് വിടറാ എന്റെ എന്റെ കുന്നത്തൂർ മുത്തപ്പ എന്റെ മൂട് മാറ്റല്ലേ.